നമസ്തേ. ചെറുപ്പത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ നമ്മളിൽ പലരും വിചാരിച്ചിരുന്നത്, വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടിട്ട് അതിൽ വിജയിക്കുന്ന സമയത്താണ് നമ്മളൊരു വിജയമായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എല്ലാ വാദപ്രതിവാദങ്ങളിലും നമ്മൾ വിജയിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് നമ്മൾ വളർന്നു കഴിയുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യവും ഞാൻ ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യവും. എല്ലാ വാദപ്രതിവാദങ്ങളിലും വിജയിച്ചാൽ അത് ജീവിതത്തിൽ വിജയിച്ചതുപോലെയാണോ, അതോ വാദപ്രതിവാദങ്ങളിൽ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം നമ്മളെ തന്നെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ വീഡിയോയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. നിശബ്ദതയാണോ അതോ ഈ ആർഗ്യുമെന്റിൽ സക്സസ് ആകുക എന്നുള്ളതാണോ പ്രധാനപ്പെട്ട കാര്യമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു വീക്ഷണമാണ് ഈ വീഡിയോയിലൂടെ പ്രസന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ശരിക്കും പഠിപ്പിക്കുകയല്ല, ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഈ വാദിക്കുന്ന സമയത്ത് നമ്മുടെ അഹങ്കാരത്തിനെയാണ് നമ്മൾ തന്നെ ഫീഡ് ചെയ്യുന്നത്. അതായത് ഞാനാണ് ശരിയെന്ന് സ്ഥാപിക്കാനുള്ള ആ ഒരു വ്യഗ്രതയുണ്ടല്ലോ, അത് നമ്മുടെ അഹങ്കാരത്തിനെ ഫീഡ് ചെയ്യുകയും നമ്മുടെ ഈഗോയെ കൂടുതൽ പവർഫുൾ ആക്കുകയും ചെയ്യുകയാണ്. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ കീപ്പ് ചെയ്യേണ്ടത് നമ്മുടെ സെൽഫ് ഡിഗ്നിറ്റി എന്ന് പറയുന്ന സംഗതിയാണ്, നമ്മുടെ വാല്യൂ ആണ്. വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മുടെ ഈഗോയെയും അഹങ്കാരത്തെയും നമ്മൾ തന്നെ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡിഗ്നിറ്റിയും നമ്മുടെ വാല്യൂവും അവിടെ കുറയുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വാദപ്രതിവാദങ്ങളിൽ അനാവശ്യമായിട്ട് തർക്കങ്ങളിൽ ഏർപ്പെടുന്നതിനപ്പുറത്തേക്ക് സൈലൻസ് കീപ്പ് ചെയ്യുന്ന സമയത്ത് വിജയം നിങ്ങളുടെ പിന്നാലെ വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികൾ വിജയത്തിനെ ആകർഷിച്ചെടുക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം എനിക്ക് ഞാനാണ് ശരിയെന്ന് വ്യഗ്രതയോടുകൂടി തെളിയിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എൻ്റെ ഉള്ളിൽ അറിയാം. ഞാൻ അതിനനുസരിച്ച് നിൽക്കുന്ന സമയത്ത് ആരാണ് ശരി എന്നുള്ളത് ലോകം തീരുമാനിക്കുകയാണ്. ശബ്ദം കൂടുന്ന സമയത്ത് ബഹുമാനം കുറയുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എപ്പോഴും താണ നിലത്തേക്കാണ് നീരോടുന്നത്. നമ്മൾ ഒരുപാട് ശബ്ദമിടുകയോ ആർഗ്യൂ ചെയ്യുകയോ ഒച്ചപ്പാടുണ്ടാക്കേണ്ടോ യാതൊരു കാര്യമില്ല. നമ്മൾ നിശബ്ദമായിട്ട് ശാന്തമായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, വ്യക്തികൾ, റിസോഴ്സസ് ഒഴുകി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ വാല്യൂ കുറയ്ക്കും. എന്നാൽ കാമായിട്ടുള്ള ഒരു ടോൺ ഉണ്ടാകുന്ന സമയത്താണ് അവിടെ അതോറിറ്റി അല്ലെങ്കിൽ അധികാരം ഉണ്ടാകുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള പവർ എന്ന് പറയുന്നത്. ലൗഡായിട്ടുള്ള എക്സ്പ്ലനേഷനേക്കാൾ എത്രയോ മഹത്തരമാണ് കാമായിട്ടുള്ള പ്രസൻസ് എന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കുകയാണ്. മൗനം എന്ന് പറയുന്നത് മെന്റൽ സ്ട്രെങ്തിന്റെ ഒരു അടയാളമാണ്. പ്രതികരിക്കാതെ നിൽക്കുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. യഥാർത്ഥത്തിൽ പ്രതികരിക്കാതെ നിൽക്കാനായിട്ട് നിങ്ങൾ എപ്പോൾ പഠിക്കുന്നുണ്ടോ, നിങ്ങളെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, നിങ്ങളെ ഒരുപാട് തെറി വിളിക്കുന്നു, നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു, ആ സമയത്ത് നിങ്ങൾ പ്രതികരിക്കുന്നതാണോ എളുപ്പം, പ്രതികരിക്കാതെ നിൽക്കുന്നതാണോ എളുപ്പം ഒന്ന് ചിന്തിച്ചു നോക്കൂ. തീർച്ചയായിട്ടും നമുക്ക് പ്രതികരിക്കാതെ നിൽക്കുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കുക എന്നുള്ളതാണ് ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ പ്രതികരിക്കാതെ നിൽക്കുന്ന, സൈലന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ജയിച്ചു എന്ന് തന്നെയാണ് അവിടെ പറയാനായിട്ട് സാധിക്കുന്നത്. റിയാക്ഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റിങ്ച്വൽ ആയിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. പക്ഷെ സൈലൻസ് എന്ന് പറയുന്നത് ഒരു മാസ്റ്ററി ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കൺട്രോൾ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള പവർ എന്ന് പറയുന്നത്. നമുക്ക് നമ്മളെ തന്നെ റിയാക്ട് ചെയ്യാതെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് പവർഫുൾ ആയിട്ട് മാറുന്നത്. പിന്നീട് എല്ലാ ആളുകളും ആർഗ്യൂ ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല, അവർ പറയാൻ വേണ്ടിയിട്ടാണ്, അവർ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവർ മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് അവർ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ആ സമയത്ത് നമ്മൾ പോയിട്ട് നമ്മളെ വേർഷൻ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്കാണ് താല്പര്യം ഉണ്ടാവുക? ആർക്കും തന്നെ താല്പര്യം ഉണ്ടാവില്ല. ഈ വാദപ്രതിവാദങ്ങളിൽ ഈ മതം മാറ്റാനൊക്കെ വരുന്ന ആൾക്കാരില്ലേ, എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ചില ആൾക്കാർ അങ്ങനെ. ഈ മതം മാറ്റാനായിട്ട്, മോനെ നിന്റെ വഴി ശരിയല്ല, എൻ്റെ വഴി മാത്രമാണ് ശരി, ഞാനിടുന്ന വസ്ത്രം മാത്രമാണ് ശരി, അത് നീ ഇടണമെന്ന് പറയുന്ന പോലെയാണ് ഈ മതം മാറ്റാനായിട്ട് വരുന്ന ആളുകളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ചെറുപ്പകാലമായിരുന്നു, ഞാൻ അവരോട് ചെറിയ രീതിയിൽ ആർഗ്യൂ ചെയ്തു. അവിടെ അവർക്കും ആർഗ്യൂ ചെയ്യാൻ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ അതിൽ തന്നെ ഇന്നും ജീവിക്കുന്നു. ഞാൻ പറഞ്ഞതിനെ അവർ ഉൾക്കൊണ്ടിട്ടില്ല, അവർ പറഞ്ഞതിനെ ഞാനും ഉൾക്കൊണ്ടിട്ടില്ല. പക്ഷേ ഈ ആർഗ്യുമെന്റ് കൊണ്ട് എന്തെങ്കിലും ഗുണം ആർക്കെങ്കിലും ഉണ്ടായോ? ഇല്ല. ആ വ്യക്തിക്ക് എന്നോട് ഒരു ചെറിയൊരു വിരോധം തോന്നാൻ പോലും അത് കാരണമായി എന്നുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്നെ വ്യക്തിപരമായിട്ട്, ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് അങ്ങനെയാണോ എന്നുള്ളത് ചിന്തിച്ച് നോക്കുക. പലപ്പോഴും ഡിസ്റ്റർബ് ചെയ്യുകയും ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് എല്ലാ ദിവസവും പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ എല്ലാ ദിവസവും മതപരമായിട്ടുള്ള കാര്യങ്ങളുടെ കോട്ടൊക്കെ സ്റ്റാറ്റസ് ആയിട്ടിടുന്നു, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ നന്മയുടെ ഒരു മാടപ്രാവായിട്ട് സ്വയം അവതരിപ്പിക്കുന്ന വ്യക്തികൾ തന്നെയാണ് വ്യക്തിപരമായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്. അതൊരു നിരീശ്വരവാദികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്പിരിച്വലായിട്ട് പോകുന്ന ആൾക്കാരോ ഒന്നുമല്ല. ഈ മതത്തിൻ്റെ ആ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ചില വ്യക്തികൾക്ക് അവർ മാത്രമാണ് ശരി. അതാണ് ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യം. അവർ മാത്രമാണ് ശരി, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ അവർ വരുന്ന സമയത്ത് അവരോട് നമ്മൾ പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് പറഞ്ഞതുപോലെയാണ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും സൈലൻസ് ആണ് ഏറ്റവും നല്ലത്. നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ ജീവിക്കുക, നിങ്ങളുടെ വസ്ത്രം ധരിക്കുക,
അത് നിങ്ങൾ മറ്റുള്ള ആൾക്കാരെ ധരിപ്പിക്കാൻ പോകുന്നില്ല. നമ്മളെ വസ്ത്രം ധരിപ്പിക്കാൻ വരുന്ന ആൾക്കാരോട് ദയവ് ചെയ്ത് നമുക്ക് ആ വസ്ത്രം വേണ്ട, നമ്മൾ മാറിപ്പോവുകയാണ്. കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള വസ്ത്രം മാത്രം ധരിച്ചാൽ മതി എന്നുള്ളതാണ്. എക്സ്പ്ലെയിൻ ചെയ്താലും യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ എനർജി, നമ്മുടെ ക്ലാരിറ്റീനെ അവർക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് നമ്മുടെ ലോകത്തിനെ നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നു, നമ്മൾ അനുഭവിക്കുന്നു. നമ്മുടെ പ്രവർത്തികളുടെ ഉത്തരവാദിത്തം നമ്മൾ തന്നെ ഏറ്റെടുക്കുന്നു. എൻ്റെ സന്തോഷത്തിൻ്റെയും എൻ്റെ ദുഃഖത്തിൻ്റെയും ഇനി ഭാവിയിൽ ഞാൻ നരകത്തിൽ പോകുകയാണെന്ന് ഇവർ പറയുന്ന പോലെ സംഭവിച്ചാൽ അതിൻ്റെയും എല്ലാ ഉത്തരവാദിത്തം ഞാൻ തന്നെ ഏറ്റെടുക്കുന്നു, ശിരസാൽ വഹിക്കുന്നു. മൗനം നമ്മളെ എപ്പോഴും ഒബ്സർവ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മറ്റ് സാഹചര്യങ്ങളിലായിക്കോട്ടെ നമ്മൾ ഒബ്സർവറായിട്ട് മാറുക എന്നുള്ളത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒബ്സർവർ ആകുക എന്നുള്ളത് പെർഫോമർ ആകുന്നതിനേക്കാളും എത്രയോ മഹത്തരമാണ്. ഒബ്സർവർ ആകുന്ന സമയത്ത് നമുക്ക് എനർജി റീഡ് ചെയ്യാം, മറ്റുള്ള ആൾക്കാരുടെ എനർജി റീഡ് ചെയ്യാം. അതുപോലെ തന്നെ സിറ്റുവേഷനെ കുറിച്ച് നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റി കിട്ടുകയാണ്. ദ സൈലന്റ് പേഴ്സൺ സീസ് മോർ എന്നാണ് പറയുന്നത്. നിശബ്ദനായിരിക്കുന്ന വ്യക്തി കൂടുതൽ നിരീക്ഷിക്കുന്നു, കൂടുതൽ കാണുന്നു. അയാൾക്ക് ഡീപ്പറായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആളുകളെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചും ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. കുഴികളിൽ ചാടുന്നില്ല, എനർജി വേസ്റ്റ് ചെയ്യുന്നില്ല. അയാളുടെ കർമ്മത്തിനെ അയാൾക്ക് വളരെ വൃത്തിയായിട്ടും കൃത്യമായിട്ടും മാന്യമായിട്ടും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. ഞാൻ ഈ പറയുന്നത് എന്നെക്കുറിച്ചല്ല, തീർച്ചയായിട്ടും ഓരോരുത്തരും ഇൻട്രോസ്പെക്ട് ചെയ്യാനായിട്ട് ഞാനും നിങ്ങൾ ഒരുമിച്ച് ഇത് മനനം ചെയ്യുകയാണ്, ഇത് ഇൻട്രോസ്പെക്ട് ചെയ്യുകയാണ്. നമ്മൾ എത്രമാത്രം ഉണ്ട്, നമുക്കിനി എത്രമാത്രം മാറേണ്ടിയിരിക്കുന്നു. നമ്മൾ ഒരാളെ ഓവർ ഡിഫെൻഡ് ചെയ്യുമ്പം നമ്മുടെ ഉള്ളിൽ നമ്മളാണ് ശരി, റെസ്പെക്ട് നമുക്ക് കിട്ടണം എന്നുള്ളൊരു തോന്നലാണ്. യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ വേറൊരാൾക്കെതിരെ ആർഗ്യൂ ചെയ്യുമ്പം അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റെസ്പെക്ട് വേണമെന്ന് നമ്മൾ പറയാതെ പറയുകയാണ് അല്ലേ. ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നത് ശരിയാണെന്ന് അവൻ അല്ലെങ്കിൽ അവൾ മനസ്സിലാക്കി കഴിയുമ്പം ഒടുവിൽ എന്നെ അംഗീകരിക്കും, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ബട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതെല്ലാം യാഥാർത്ഥ്യം അല്ലെങ്കിൽ സത്യമായി കൊള്ളണമെന്നില്ല. അതൊരു വീക്ഷണകോൺ മാത്രമാണ്. നമ്മൾ കേൾക്കുന്നതെല്ലാം സത്യമായി കൊള്ളണമെന്നില്ല, അത് ഒരു ഒപ്പീനിയൻ മാത്രമാണ്, അഭിപ്രായം മാത്രമാണ്. പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് തിങ്സ് ഫ്രം ദെയർ ലെവൽ ഓഫ് പെർസെപ്ഷൻ എന്നാണ് പറയുന്നത്. അത് നമ്മൾ എത്ര മാറ്റിയിട്ടുണ്ടെങ്കിലും അത് മാറുക എന്നുള്ളത് അവരുടെ കാര്യമാണ്. ഫെനമനോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ വീക്ഷണകോണിൽ നിന്ന്, നമ്മുടെ എക്സ്പീരിയൻസസിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതാണ് ശരി, അത് മാത്രമാണ് ശരി എന്ന് പറയാൻ നമുക്കാവില്ല. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത് ഞാൻ ഏതെങ്കിലും ഒരു ഇസത്തിൻ്റെ അടിമയല്ല എന്നുള്ളത്. ഏതൊരു ഇസത്തിൻ്റെയും ഏതൊരു മതത്തിൻ്റെയും അടിമയല്ല എന്ന് പറയാനായിട്ട് എനിക്ക് ശക്തമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നതും എന്നെ ശ്രവിക്കുന്ന ആളുകളിലും അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പൊ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരെ തന്നെ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ദേ സ്റ്റോപ്പ് പ്രൂവിങ് ആൻഡ് സ്റ്റാർട്ട് നോട്ടീസിങ് എന്നുള്ളതാണ്. കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് അവരെ തന്നെ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യവുമില്ല. നമ്മൾ പറയേണ്ടതുപോലെ പറഞ്ഞ് നിർത്തുന്നു. ചില വാദങ്ങൾ നമ്മുടെ സമയം ചോർത്തുവെന്നും മാത്രമല്ല നമ്മുടെ ലൈഫ് എനർജീനെ തന്നെ ചോർത്തു എന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം നമ്മുടെ സമയം എന്ന് പറയുന്നതും നമ്മുടെ ലൈഫ് എനർജിയും വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ വാദപ്രതിവാദത്തിനേക്കാൾ അപ്പുറത്തേക്ക് ചില സാഹചര്യങ്ങളിൽ നമ്മൾക്ക് വേണ്ടി സംസാരിക്കേണ്ടതായിട്ടുള്ള അവസരങ്ങളൊക്കെ വന്നേക്കാം. പക്ഷെ ആ സംസാരമാണോ പ്രവൃത്തിയാണോ പ്രധാനമെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഞാൻ എത്രമാത്രം സംസാരിച്ച് എൻ്റെ ടൈം ഓർ എൻ്റെ ലൈഫ് എനർജി വേസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അൺനെസസറി ആയിട്ടുള്ള ഡിബേറ്റുകൾ അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങൾ നമ്മുടെ ഫോക്കസിനെ അല്ലെങ്കിൽ നമ്മുടെ എനർജീനെ ഡ്രെയിൻ ചെയ്ത് കളയുന്ന ഒരു സംഗതിയാണ്. അപ്പൊ നമുക്ക് സമാധാനമാണോ വേണ്ടത്, എനർജി ലൂസ് ആണോ വേണ്ടത് എന്നുള്ളത് നമ്മളിപ്പോൾ തിരഞ്ഞെടുത്താൽ മതി. അപ്പൊ നമുക്ക് വാദിക്കണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ചില സമയങ്ങളിൽ അവസാന വാക്ക് നിങ്ങളുടേതാവണമെന്നില്ല. അവസാന വാക്ക് അവർ പറയട്ടെ, അവർ നിങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കട്ടെ, അവർ നിങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കട്ടെ, അവർ നിങ്ങളെ ഭീഷണിപ്പെടുത്തട്ടെ, അവിടെ നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ ആരാണ് യഥാർത്ഥത്തിൽ വാല്യുബിൾ ആയിട്ട് മാറിയത്? നമ്മൾ തന്നെയാണ് എന്നുള്ളതാണ്. സംടൈംസ് വാക്കിംഗ് അവേ ഈസ് ദ റിയൽ വിൻ എന്ന് ഞാൻ പറയുകയാണ്. നടന്നകലുന്നതാണ് ചില സമയങ്ങളിൽ യഥാർത്ഥത്തിലുള്ള വിജയം എന്ന് പറയുന്നത്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള റീപ്ലൈ എന്ന് പറയുന്നത് കൺട്രോൾഡ് ആയിട്ടുള്ള സൈലൻസ് ആണ്. വാദത്തിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ തോൽക്കും, പക്ഷെ മൗനത്തിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉയരും. അപ്പൊ കേവല ജയമാണോ ഉയർച്ചയാണോ വേണ്ടത് എന്നുള്ളത് സ്വയം തീരുമാനിച്ചുകൊണ്ടും ഈ കാര്യങ്ങൾ നമ്മൾ എത്രമാത്രം മാസ്റ്ററി പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ളത് തീരുമാനിച്ചുകൊണ്ടും നമുക്ക് സൈലൻസിനെ മാസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. വാദിച്ചുകൊണ്ടല്ല നമ്മൾ ജയിക്കേണ്ടത്, നമ്മൾ കൺട്രോൾഡ് ആയിട്ടുള്ള സൈലൻസിൽ കൂടെയാണ് നമ്മൾ ജയിക്കേണ്ടത് അല്ലെങ്കിൽ ഉയരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് തുടരുവാൻ വേണ്ടി നിർത്തുകയാണ്. നമസ്തേ.